സാർ, ഈ ബഡ്ജറ്റിനെ പരിപൂർണമായും പിന്തുണയ്ക്കുന്നു സാർ. നിറഞ്ഞ സന്തോഷവും അതിലേറെ അഭിമാനവുമുള്ള ഒരു മുഹൂർത്തമാണ്. ഒരു സാധാരണ പശ്ചാത്തലത്തിൽ നിന്നും കടന്നു വന്ന എനിക്ക് കേരളത്തിൻ്റെ നിയമനിർമ്മാണ സഭയിൽ ഒരംഗമാകാൻ അവസരം നൽകിയ എൻ്റെ പാർട്ടിയെയും വാമനപുരത്തെ എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് സാർ. കഴിഞ്ഞ 50 വർഷക്കാലത്തിന് ശേഷം വാമനപുരത്തെ ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കുന്നത് സാർ. വലിയ ഉത്തരവാദിത്തമാണ് എനിക്ക് അവർ നൽകിയിട്ടുള്ളത്. ആ ഉത്തരവാദിത്തത്തിൻ്റെ ഗൗരവം പരിപൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് എന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ആ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്തുയരും ആ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ, ആ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ പ്രയാസങ്ങളിൽ സന്തോഷങ്ങളിൽ ഒരു കൂടപ്പിറപ്പായി കുടുംബാംഗമായി ഞാൻ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഈ സഭയ്ക്കുള്ളിൽ നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. അവിടുത്തെ നല്ല ഇടതുപക്ഷക്കാർ എനിക്ക് വോട്ട് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തെല്ലും അഹങ്കാരമുണ്ടാകില്ല, അഹംഭാവം ഉണ്ടാവില്ല. ആരോടും അമിതാധികാര പ്രയോഗം നടത്താതെ ജനങ്ങൾ എന്നിൽ അർപ്പിച്ച ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. ഈ വർഷം നിയമസഭ കാണുന്ന 2ാമത്തെ ബഡ്ജറ്റാണ്. മുൻ ധനമന്ത്രി അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ കെട്ടിപ്പൊക്കിയ കാൽപ്പനിക കോട്ട തകർന്നു വീഴുമെന്നും അതേ വർഷം തന്നെ സഭയിലിരുന്ന് ക്രിയാത്മകമായ ഒരു ബഡ്ജറ്റ് പ്രസംഗം കേൾക്കേണ്ടി വരുമെന്ന് അദ്ദേഹം ഒരിക്കലും വിചാരിച്ചില്ല എങ്കിലും ജനം അന്നേ തീരുമാനിച്ചിരുന്നു സാർ. നമുക്കറിയാം, ബഡ്ജറ്റ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റ് സർവ്വതലസ്പർശിയും കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഒരു ഗവൺമെൻറ്റിൻ്റെ ധൂർത്തും ഫിനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റ് കൊണ്ട് സാമ്പത്തികമായി തകർന്ന ഒരു സംസ്ഥാനത്തെ തിരിച്ചു പിടിക്കുവാനുള്ള ഏറ്റവും ക്രിയാത്മകവും ശാസ്ത്രീയവുമായ ബഡ്ജറ്റാണ് സാർ കേരളത്തിൻ്റെ ധനമന്ത്രിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവതരിപ്പിച്ചത് സാർ. ഈ സാമ്പത്തിക തകർച്ചയിലും ആ പ്രയാസം സാധാരണക്കാരെ ബാധിക്കരുത് എന്ന് മുൻകരുതലോടുകൂടി നിർബന്ധ ബുദ്ധിയോടുകൂടി തയ്യാറാക്കിയ ബഡ്ജറ്റാണ് സാർ ഇത്. പൊതുവായ കേരളത്തിൻ്റെ വികസനവും അതോടൊപ്പം മണ്ഡലത്തിലെ പ്രാദേശിക വികസനം ഉൾപ്പെടെ കരുതിയ ബഡ്ജറ്റാണ് സാർ. ഇത്തരം ക്രിയാത്മകമായ ബഡ്ജറ്റ് അവതരിപ്പിച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് സാർ. ഈ പ്രതിസന്ധിയിലും UDF പറഞ്ഞ കാര്യങ്ങൾ സമയബന്ധിതമായി ഒന്നൊന്നാക്കി നടപ്പിലാക്കുകയാണ് സാർ. കേരളത്തിൽ വിപ്ലവകരമായി നടപ്പിലാക്കി നമുക്കറിയാം 2 ഗ്യാരണ്ടി. അതെല്ലാം കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുകയാണ് സാർ. അധികാരമെന്നാൽ ധിക്കാരവും അഹങ്കാരവുമാണ് എന്ന് കരുതിയവർക്കുള്ള തിരിച്ചടിയാണ് സാർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ജനങ്ങളെക്കാൾ വലുതാണ് ഭരണാധികാരി എന്ന് കരുതിയ ആ ധാരണ അവകാശമായി കൊണ്ടു നടന്നവരെ തിരുത്തിയ ജനങ്ങളുടെ വിജയമാണ്. PR വർക്കിൽ വീണുപോയവരെ ജനം തിരുത്തിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു സാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. നമുക്കറിയാം, കേരളത്തിലെ ഗവൺമെൻറ് പ്രഖ്യാപിച്ച പ്രിയദർശിനി സൗജന്യ യാത്ര എൻ്റെ മണ്ഡലത്തിൽ നിന്നും ഈ തിരുവനന്തപുരത്തേക്ക് ജോലി ആവശ്യത്തിനായി വരുന്ന സഹോദരിമാർക്ക് ശരാശരി 50 രൂപ ഒരു ഭാഗത്തേക്ക് യാത്ര വരുമ്പോൾ ഒരു ദിവസം 100 രൂപ അവരുടെ വരുമാനത്തിൽ നിന്നും സേവ് ചെയ്യാൻ സാധിക്കുകയാണ്. ഒരു മാസം തന്നെ 2500 രൂപയിലധികം ഒരു സഹോദരിക്ക്, ഒരു കുടുംബത്തിന് അധിക വരുമാനം ഒരു ഒറ്റ മാസം കൊണ്ടുണ്ടാക്കി കൊടുത്തിയ ഒരു സർക്കാരാണ് സാർ ഇന്ന് കേരളം ഭരിക്കുന്നത്. നമുക്കറിയാം, തൊഴിലാളി പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുത്തുന്ന ഒരു പാർട്ടി പിണറായി ഭരണകാലത്ത് നിരാശാവർക്കരമാരായ സഹോദരിമാരെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രത്യാശയും അഭിമാനവുമുള്ള ആശാവർക്കർമാരായി മാറ്റി എന്നതാണ് സാർ ഏറ്റവും അഭിമാനകരം. കഴിഞ്ഞ 10 കൊല്ലം ഇവർ കൊട്ടിഘോഷിച്ച ഒന്നാണ് കേരളത്തിലെ ആരോഗ്യമേഖലയെ നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് പറഞ്ഞത്. യാഥാർത്ഥ്യം എന്തായിരുന്നു സാർ? രോഗികൾക്ക് മെഡിക്കൽ കോളേജിൽ പോയാൽ പാരസെറ്റാമോൾ പോലും ലഭിക്കാത്ത ഒരു അവസ്ഥ. ഇത് ഞാനല്ല, മിന്നൽ പരിശോധന നടത്തിയ കേരളത്തിൻ്റെ മുൻ ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞ കാര്യമാണ്. പാമ്പ് കടിയേറ്റ് ചെല്ലുന്നവർക്ക് ആൻറ്റിവനം പോലും ലഭിക്കാത്ത ഒരു കാലഘട്ടം. ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഇല്ലാത്തത് കൊണ്ട് സർജറി പോലും നടക്കാത്ത
ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നത് എന്ന് ഡോക്ടർമാർ പോലും വിലപിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് സാർ നമ്മൾ കടന്നു പോകുന്നത്. സാർ, ഈ സഭയ്ക്ക് പുറത്ത് ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തകനാണ് സാർ ഞാൻ. ജനാധിപത്യവും ന്യായവുമായ സമരങ്ങളെ കഴിഞ്ഞ സർക്കാർ നേരിട്ട രീതി നമുക്കറിയാം. എൻ്റെ സഹപ്രവർത്തകർ 100-ലധികം വരുന്ന സഹപ്രവർത്തകർ പോലീസിൻ്റെ ക്രൂരമർദ്ദനത്തിൽ കാഴ്ച നഷ്ടപ്പെട്ട, കേൾവി നഷ്ടപ്പെട്ട, തല തല്ലിപ്പൊളിച്ച, കൈകാലുകൾ അടിച്ചൊടിച്ച 100 കണക്കിന് സഹപ്രവർത്തകർ ഉണ്ട് സാർ. ഈ സർക്കാരിൻ്റെ കെടുതികൾ ഏറ്റുവാങ്ങിയ സഹപ്രവർത്തകരുടെ 100 കണക്കിന് KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകരുടെ പ്രതിനിധി കൂടിയാണ് സാർ ഞാൻ ഈ നിയമസഭയിൽ എത്താൻ സാധിച്ചത്. അത് ഒരു വ്യക്തിപരമായ വിജയമായി ഞാൻ കാണുന്നില്ല. അവരെ ഓർക്കാതെ കടന്നു പോകാൻ സാധിക്കില്ല സാർ. ഇത്തരം പ്രയാസങ്ങൾ നേരിട്ട് അനുഭവിച്ച ഒരാൾ എന്ന നിലയിൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സഹപ്രവർത്തകരുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ് സാർ, സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ, യുവജനങ്ങളുടെ തലതല്ലി പൊളിക്കാത്ത, കണ്ണടിച്ച് പൊട്ടിക്കാത്ത പോലീസാണ് കേരളത്തിൽ എന്ന് ഉറപ്പുവരുത്തുവാൻ നമുക്ക് സാധിക്കണം സാർ. ഒരുപാട് അമ്മമാരുടെ കണ്ണുനീരിൻ്റെ ശാപം പേറിയവരാണ് സാർ പ്രതിപക്ഷത്തിരിക്കുന്നത്. ഒരമ്മയുടെയും കണ്ണുനീർ ഈ ഗവൺമെൻറ്റിൻ്റെ ശാപം ഈ ഗവൺമെൻറ്റിൻ്റെ മേൽ വീഴാൻ പാടില്ല സാർ. ഇന്നലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇവിടെ ഒരു സമരവുമായി ബന്ധപ്പെട്ട് വളരെ കൗതുകത്തോടെയാണ് സാർ ഇന്നലത്തെ ആ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടത്. ഒരു ഇടത് വിദ്യാർത്ഥി സംഘടന 10 കൊല്ലത്തെ കുംഭകർണ സേന അവസാനിപ്പിച്ച് PM ശ്രീ എന്ന സമരം ചെയ്യും വന്നപ്പോൾ ചെളിവെള്ളം ആയിരുന്നു ജലബീരങ്കിൽ എന്നതാണ് ഇന്നലെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. സാർ, ഒരുപാട് സമരം ചെയ്ത് കടന്നു വന്നവരാണ് സാർ ഇവിടെ നിരവധി ഈ സഭയിൽ ഉള്ളത്. ഈ ഭരണസ്ഥിരാ കേന്ദ്രം എന്ന നിലയിൽ നിയമസഭയുടെയും സെക്രട്ടേറിയറ്റിലും ഒരുപാട് സമരങ്ങൾ പങ്കെടുത്ത ഒരാൾ എന്ന നിലയിൽ അന്നൊന്നും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് തിളപ്പിച്ചാറ്റിയ വെള്ളമല്ല സാർ നമുക്ക് നേരെ അണിയിച്ചത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സമരങ്ങളോട് ഒരു നീതിയും മര്യാദയും കാണിക്കാത്ത ഒരു ഗവൺമെൻറ്റായിരുന്നു ഈ ഗവൺമെൻറ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പാവപ്പെട്ടവർ ഈ വെള്ളം അടിച്ചാൽ അമീബിക് മസ്തിഷ്ക ജ്വരം വരുമെന്നാണ് പറയുന്നത്. ഇതേ മുഖ്യമന്ത്രി ഈ പറയുന്ന സമരക്കാരുടെ മസ്തിഷ്കം അടിച്ചു പൊടിക്കുവാൻ നേതൃത്വം കൊടുത്ത ഒരു ഭരണാധികാരിയാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. ഞാൻ കഴിഞ്ഞ 50 വർഷക്കാലം വാമനപുരം നിയോജക മണ്ഡലത്തെ മാറി മാറി ഭരിച്ച ഇടതുപക്ഷത്തിൻ്റെ ജനപ്രതിനിധികൾ സാർ, ആ സാധാരണക്കാർ താമസിക്കുന്ന ആ നാടിൻ്റെ, ആ നിയോജക മണ്ഡലത്തിൻ്റെ ഒരു വികസന പ്രവർത്തനങ്ങളും ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് സാർ. അവിടുത്തെ ഒരു ഹോസ്പിറ്റൽ താലൂക്ക് നിലവാരത്തിൽ പോലും ഉയർത്തുവാൻ 50 വർഷം മാറി മാറി ഭരിച്ചു വന്ന ഇടതുപക്ഷത്തിൻ്റെ ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സാർ. അതിനുള്ള പരിഹാരം ഈ ഗവൺമെൻറ് ഉണ്ടാക്കണം എന്ന് അഭ്യർത്ഥിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് സാർ. അതുപോലെ തന്നെ 10 പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു സംരംഭം പോലും ഈ 50 വർഷക്കാലം അവർക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് സാർ. അതുകൊണ്ട് ആ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഈ ഗവൺമെൻറ്റിൻ്റെ പരിപൂർണമായ പിന്തുണയുണ്ടാവണം. ഒരു മലയോര നാടാണ് സാർ, സാധാരണക്കാർ താമസിക്കുന്ന പ്രദേശമാണ് സാർ. അതുകൊണ്ട് തന്നെ പ്രത്യേകമായ പിന്തുണയും സഹകരണവും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല സാർ. അതുകൊണ്ട് തന്നെ ഏറ്റവും ക്രിയാത്മകമായി പ്രതീക്ഷയർപ്പിക്കുന്ന ഈ ബജറ്റ് ഈ പ്രതിസന്ധി നിറഞ്ഞ സമയത്തും അവതരിപ്പിച്ച മുഖ്യമന്ത്രിയെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ബജറ്റിനെ പരിപൂർണമായി ഒരിക്കൽ കൂടെ പിന്തുണയിരിക്കുന്നു.